വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് ടീമസ് ലൈൻ്റെ ഒരു കിഡിലൻ ചാപ്റ്റർ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതായത് ചാപ്റ്റർ 187 ആയിരിക്കും നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മുടെ മുസാന് യൂറിച്ച് ആയിട്ടുള്ള ഒരു കിഡിലൻ ഫൈറ്റ് ഉണ്ട് കേട്ടോ. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റുത്തരം പറഞ്ഞ 8 പേരുടെ പേരാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കണ്ട. കാരണം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ആനിമീസിന്റെ മാങ്കാസിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഒക്കെ ഭാവിയിൽ ഇനിയും വരുന്നുണ്ട്. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ മുസാനെ കാണിച്ചുകൊണ്ട് പുള്ളിക്കാരനെ കണ്ടപ്പോൾ തന്നെ യൂറിച്ചിക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലായി. അതായത് മുസാൻ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ്. തന്റെ മുന്നിൽ വരുന്ന എല്ലാത്തിനെയും കൊന്നു തിന്നാൻ മാത്രം അറിയാവുന്ന ഒരു മൃഗമാണ് മുസാൻ എന്ന്. ബ്രീത്തിങ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഇനി എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുസാൻ പുള്ളിക്കാരന്റെ കൈ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് മറ്റൊന്നും ചിന്തിക്കാതെ നമ്മുടെ യൂറിച്ചിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. യൂറിച്ച് ഇതെല്ലാം ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. പക്ഷേ യൂറിച്ചിക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് യൂറിച്ച് ഡോഡ്ജ് ചെയ്ത് മാറുന്നതിന്റെ പുറകിലുള്ള എല്ലാ മുളകളും അരിഞ്ഞു പോകുന്ന സൗണ്ട്. ഇവന്റെ ഏതെങ്കിലും അറ്റാക്ക് എന്റെ മേത്ത് കൊണ്ടുകഴിഞ്ഞാൽ ഞാൻ മരണമായിട്ട് അടുത്തൊന്നൊരു ഫീല് എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഗൂസ് ബംസ് ഉണ്ടായി. എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇവന് 7 തലച്ചോറും 5 ഹൃദയങ്ങളും ഉണ്ട്. ആ നിമിഷത്തിൽ ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. അടുത്ത പാനലിൽ നമ്മുടെ മുസാനെ നമ്മുടെ യൂറിച്ചിനെ കഷ്ടം പോലെ വെട്ടുവാണ് സൺ ബ്രീത്തിങ്ങിന്റെ പവർ കൊണ്ട്. താഞ്ചുറോ ആലോചിക്കുന്നുണ്ട് യൂറിച്ച് മെൻഷൻ ചെയ്ത ആ പെർഫെക്റ്റ് ഫോം ആയിരിക്കും ചിലപ്പോൾ 13ാമത്തെ ഫോം. താഞ്ചുറോക്ക് എങ്ങനെയെങ്കിലും അത് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. മുസാൻ വളരെയധികം കൺഫ്യൂഷൻ ആയിപ്പോയി. ആ കൺഫ്യൂഷൻ കൊണ്ട് തന്നെ പുള്ളിക്കാരൻ റീജനറേറ്റ് ചെയ്യാൻ വരെ മറന്നു വരുന്നു. പുള്ളിക്കാരൻ്റെ തല അറ്റുവദിക്കാൻ വേണ്ടി ആ മുറിഞ്ഞ കൈകൾ കൊണ്ട് ആ തല യോജിപ്പിച്ച് പിടിക്കാൻ പുള്ളിക്കാരനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇവനെ കണ്ടപ്പോൾ തന്നെ എന്റെ ബ്ലേഡ് ഇവന്റെ മേത്ത് വർക്കാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് അവനോട് എന്തോരും ചോദിക്കാൻ തോന്നി. എന്നിട്ട് നമ്മുടെ യൂറിച്ചി മുസാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്? എന്നാൽ മുസാൻ ഒന്നും തന്നെ പറഞ്ഞില്ലായിരുന്നു. പുള്ളിക്കാരൻ യൂറിച്ചിനെ തിരിച്ച് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവന്റെ മുഖമായിട്ട് ചുമന്ന് തടിച്ചിരുന്നു. അവൻ ദേഷ്യം കാരണം എന്നെ എങ്ങനെയെങ്കിലും കൊല്ലാനാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചോദിച്ച ആ വാക്കുകളൊന്നും അവന്റെ ഹൃദയത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എന്നിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഡീമൻ ഗേളിനെ ഞാൻ നോക്കി. അവളുടെ കണ്ണുകളായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. മുസാൻ ഇങ്ങനെ കിടന്നിട്ടും അവൾ ഒരിക്കലും അവനെ സഹായിക്കാൻ നോക്കിയിരുന്ന അവൾ അത്ഭുതത്തോടെ അവന്റെ ആ കഴുത്ത് നോക്കിക്കൊണ്ടേയിരുന്നു. അവളുടെ കണ്ണുകളിൽ ഞാൻ ഹോപ്പ് കണ്ടു. അതുകൊണ്ട് തന്നെ മുസാനെ കൊന്നതിന് ശേഷം അവളുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ തന്നെ മുസാൻ പുള്ളിക്കാരന്റെ പല്ല് കൂട്ടി കഴിക്കുന്ന സൗണ്ട് കേട്ടു. അടുത്ത നിമിഷം തന്നെ മുസാൻ പല കഷ്ണങ്ങളായിട്ട് തെറിക്കുമായിരുന്നു. അവന്റെ ചെറിയ ബോഡിയിൽ നിന്ന് ഏകദേശം 1800 ഫ്ലഷ് ആണ് പല സ്ഥലത്തേക്ക് പല രീതിയിൽ തെറിച്ചു പോയത്. അവിടെ തന്നെ നിന്നുകൊണ്ട് ഞാൻ 1500 എണ്ണം മുറിച്ചു മാറ്റി. എന്നാൽ ബാക്കിയുള്ളത് വളരെ ചെറുതായത് കൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അതെല്ലാം കൂടെ കൂട്ടിവെച്ച് നോക്കിയാൽ ഒരു മനുഷ്യന്റെ തലച്ചോറിനത്രേ ആ സൈസ് വരത്തുള്ളൂ. പെട്ടെന്ന് ആ പെങ്കുച്ച് താഴത്തേക്ക് വീഴുന്ന സൗണ്ട് കേട്ടു. അവൾ കിടന്ന് പറയുന്നുണ്ടായിരുന്നു, നീ തൊട്ടടുത്ത് വരെ എത്തിയതല്ലേ, നിനക്ക് അവനെ കൊന്നാ പോരായിരുന്നു. അവനെ തല മുറിച്ചു മാറ്റുന്ന വീക്ക്നെസ് അവനത് ഓവർകം ചെയ്ത് കഴിഞ്ഞു. എടാ വൃത്തികെട്ട ജീവി മുസാനെ, നിനക്ക് അങ്ങോട്ട് മരിച്ചാൽ പോരായിരുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ പുള്ളിക്കാരി തല ഇങ്ങനെ അമർത്തി പിടിക്കുവാണ്. നമ്മുടെ യൂറിച്ചയായിട്ട് പുള്ളിക്കാരന്റെ സൈഡിൽ വന്നിരിക്കും. അവൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ നേരത്താണ് അവൾ മരിക്കുന്നില്ല കാര്യം അവൾക്ക് മനസ്സിലായത്. അവളെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളൊന്ന് റിലാക്സ് ആയപ്പോൾ അവൾ ആ പുള്ളിക്കാരനെ, അതായത് മുസാനെ കുറിച്ചുള്ള എല്ലാ കാര്യവും എന്നോട് പറഞ്ഞു തന്നു. എന്നിട്ട് അവളൊരു കാര്യം പ്രത്യേകം പറഞ്ഞു, അതായത് യൂറിച്ച് ജീവിച്ചിരിക്കുന്ന അത്ര നാള് മുസാൻ ഇനി ഒരിക്കലും പുറത്തേക്ക് വരത്തില്ല. അതുകൊണ്ട് മുസാന്റെ കേസിൽ നിന്ന് അവളെ ഞാൻ രക്ഷിച്ചതിന് ശേഷം അവളോട് ഒരു കാര്യം ചോദിച്ചു, അതായത് ഭാവിയിൽ ഡീമൺ സ്ലേയേഴ്സിന് ഈ മുസാനെ ഡിഫീറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടാൻ നേരത്ത് നീ അവരെ സഹായിക്കണമെന്ന്. കാര്യമൊന്നും അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ അത് സമ്മതിച്ചു. അവളുടെ പേര് മറ്റൊന്നുമല്ലായിരുന്നു, തമയോ എന്നായിരുന്നു. നമ്മുടെ താഞ്ചുറോ ഞെട്ടുന്നുണ്ട്. കാരണം താഞ്ചുറോയ്ക്ക് നമ്മുടെ തമയോസാനെ അറിയാം. പെട്ടെന്ന് കുറെ അധികം ഡീമൺ സ്ലേയേഴ്സ് ഓടി വന്ന് നമ്മുടെ യൂറിച്ചെടുക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരന്റെ ബ്രദർ മിച്ചിക്കട്സു ഒരു ഡീമനായിട്ട് മാറി. എന്നിട്ട് പുള്ളിക്കാരന്റെ ബ്രദർ ഡീമൻ ആയതുകൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ മുസാനെ പുള്ളിക്കാരനെ കൊല്ലാൻ പറ്റാഞ്ഞുകൊണ്ടും തമയോസാനൊക്കെ എസ്കേപ്പ് ചെയ്തുകൊണ്ടും എല്ലാവരും കൂടെ യൂറിച്ചിനെ വട്ടവിട്ട് ഇങ്ങനെ എന്താ പറയാ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനി പലരും യൂറിച്ചെടുക്കെ സൂയിസൈഡ് ചെയ്തുകൂടെ എന്ന് വരെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഒയക്കട്ട സമയത്ത് ദയ തോന്നിയോണ്ടായിരിക്കണം എന്നെ അന്ന് വിട്ടയച്ചു. താഞ്ചുറോ മനസ്സ് പറയുന്നുണ്ട്, കാരണം യൂറിച്ച് ഇത് നിന്റെ പ്രശ്നമേ അല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ഈ ലോകത്തേക്ക് ജനിച്ചത് മുസാനെ ഡിഫീറ്റ് ചെയ്യാനുള്ള പവറുമായിട്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൽ പരാജയപ്പെട്ടു. ഞാൻ അവിടെ തോറ്റുകൊണ്ട് തന്നെ പല ആൾക്കാരുടെയും ജീവൻ പല രീതിയിൽ പോകും. ഇതെല്ലാം ആലോചിക്കാൻ നേരത്ത് എനിക്ക് വളരെയധികം സങ്കടം വരുന്നുണ്ട്. സുമീഷയുടെ വായിൽ നിന്ന് ഒരു വാക്കുകൾ പോലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. അവരങ്ങനെ തന്നെ കുറെ നേരം മിണ്ടാതെയിരുന്നു. താഞ്ചുറോയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു നമ്മുടെ യൂറിച്ചിനെ സമാധാനിപ്പിക്കാൻ. പെട്ടെന്ന് പുള്ളിക്കാരന്റെ മകള്, അതായത് സുമിയോഷിയുടെ മകള് നടന്നുപോയി യൂറിച്ചിനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുമിയോഷി കരഞ്ഞോട് പറയുന്നുണ്ട്, യൂറിച്ചി നീ അവളിൽ നിന്ന് എടുത്ത് പൊക്കുവോ, നിനക്ക് എന്നെക്കാട്ട് ഹൈറ്റുള്ള കാരണം നീ അവൾ ഉയരത്തിലേക്ക് പൊക്കാൻ നിർത്ത്, അത് അവൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കും. യൂറിച്ചി അവളെ അങ്ങോട്ട് എടുത്തിട്ട് നേരെ ഉയരത്തിലേക്ക് പൊക്കും. അപ്പോൾ ആ കൊച്ചൊരു ചിരിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഇതൊരു മാങ്ക പാനലാണെന്ന് പോലും ഞാൻ മറന്നുപോയി. ആ കൊച്ചിൻ്റെ ചിരി
അത്രക്ക് മനോഹരമായിരുന്നു. പതുക്കെ നമ്മുടെ യുറീച്ചയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങും. പുള്ളിക്കാരൻ അവിടെ നിന്ന് പതുക്കെ കരയും. സുമേഷയുടെ ഭാര്യ പുറത്തുനിന്ന് വരാൻ നേരത്ത് പുള്ളിക്കാരെ കാണുന്നത് നമ്മുടെ യുറീച്ചി നമ്മുടെ പുള്ളിക്കാരുടെ മകളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. പുള്ളിക്കാരൻ കരയുകയാണെന്നുള്ള കാര്യം നമ്മുടെ സുമേഷയുടെ ഭാര്യയ്ക്ക് മനസ്സിലായി. പുള്ളിക്കാരെ നേരെ ചെന്നുകൊണ്ട് നമ്മുടെ യുറീച്ചിയുടെ തലയെ തൊടുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, യുറീച്ചി നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, നിനക്ക് വയറ് നിറച്ച് ഞാൻ ആഹാരം തരുന്നതായിരിക്കും, അതുകൊണ്ട് നീ ചെയ്യാറാകുക, നീ എന്തിനാ വിഷമിക്കുന്നത്. എന്നിട്ട് നമ്മുടെ താഞ്ചൂരിനെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ മനസ്സിൽ പറയുന്നുണ്ട്, ഞാനൊരു യുദ്ധത്തിന്റെ നടക്കാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. യുറീച്ചയുടെ ഹൃദയമാകട്ടെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിന്നതുമാണ്. എന്നാൽ ഒരു മിനിറ്റ് ഇനിയൊന്ന് ഇടിച്ചിരുന്നെങ്കിൽ അത് മറ്റുള്ളവർക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ഹോപ്പ് കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുവാണ്. സോ നാളത്തേക്കുള്ള ചോദ്യം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഗിയുവിന്റെയും താഞ്ചൂരിന്റെ ഒക്കെ വാട്ടർ ബ്രീത്തിങ്ങിന്റെ മാസ്റ്റർ ആരാണ് ഇവർക്ക് ഈ വാട്ടർ ബ്രീത്തിങ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തത്? പുള്ളിക്കാരന്റെ പേരെന്താണെന്ന് താഴെ കമന്റ് ചെയ്ത് പറഞ്ഞേക്ക്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻമി എക്സ്പ്ലനേഷൻ വീഡിയോസിനെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കണ്ട.